എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പലരും പല സംശയങ്ങളും ചോദിച്ചിട്ടുമുണ്ട്. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അമ്മായിയമ്മയുടെ നാവ് എന്നറിയപ്പെടുന്ന സ്നേക്ക് പ്ലാന്റ് തിളക്കമുള്ള പച്ച ഇലകളും വിവിധ സാഹചര്യങ്ങളിൽ തഴച്ചു വളരാനുള്ള കഴിവും ഈ ചെടിയെ വീടിന് മനോഹരമാക്കി മാറ്റുന്നു. വാസ്തുപ്രകാരം വീടുകളിൽ സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നത് നല്ല അന്തരീക്ഷവും ശുഭകരമായ ഊർജവും നൽകുന്നു. ഈ ചെടി പ്രത്യേക ദിശയിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെടിയുടെ പോസിറ്റീവ് ഊർജം വീടുകളിൽ നിറയ്ക്കുന്നു. വാസ്തുപ്രകാരം വടക്കുകിഴക്കൻ ദിശയിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും സമൃദ്ധിയും ആകർഷിക്കുന്നു. തെക്ക് കിഴക്ക് ദിശയിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നത് ഊർജത്തെയും പരിവർത്തനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ ദിശയിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നത് നിങ്ങളുടെ കരിയർ സാധ്യതകൾ വർദ്ധിപ്പിക്കും. കാരണം അത് വിജയവും ഊർജ്ജസ്വലതയും കൊണ്ടുവരും. നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നിന്നുള്ള നെഗറ്റീവ് എനർജിയും തടസ്സങ്ങളും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. വടക്ക് പടിഞ്ഞാറ് ദിശ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വികാരങ്ങളെയും ബന്ധങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഈ ദിശയിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ യോജിപ്പുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. ഇത് ആരോഗ്യപരമായ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കുടുംബങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും. വാസ്തു സസ്യങ്ങൾക്ക് അവയുടെ വായുശുദ്ധീകരണ ഗുണങ്ങളുണ്ട്. അവ ദോഷകരമായ വിഷവസ്തുക്കളെ ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. ഇത് നിങ്ങളുടെ ജീവിതാന്തരീക്ഷത്തെ കൂടുതൽ ആരോഗ്യകരമാക്കുന്നു. വാസ്തുശാസ്ത്രത്തിൽ പോസിറ്റീവ് എനർജി പ്രവാഹത്തിന് ശുദ്ധമായ വായു അത്യാവശ്യമാണ്. ഈ ചെടികൾക്ക് പ്രതിരോധ ശേഷിയുണ്ട്. കുറഞ്ഞ പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ. വിവിധ സാഹചര്യങ്ങൾ വളരാനുള്ള കഴിവ് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിൽ പൊരുത്തപ്പെടലും പ്രതിരോധ ശേഷിയും പ്രതിനിധീകരിക്കുന്നു. സ്നേക്ക് പ്ലാന്റ് ചെടിയുടെ പച്ചപ്പ് നിറഞ്ഞ ഇലകൾ കാഴ്ചയിൽ ആകർഷവും സന്തോഷവും ഉണർത്തുന്നതാണ്. വാസ്തുവിൽ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഈ ചെടിക്ക് പ്രധാന പങ്കുണ്ട്. അതുമാത്രമല്ല, ഈ ചെടി നിങ്ങളുടെ വീടിനെ നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്നേക്ക് പ്ലാന്റിന് നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത് അമിതമാകരുത്. വാസ്തുവിൽ സന്തുലിതാവസ്ഥ പ്രധാനമാണ്. നിങ്ങളുടെ വീടുകളിൽ വളരെയധികം സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നത് ഊർജങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് കുറച്ച് സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നതാണ് നല്ലത്. വാസ്തുവിൽ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിൽ സ്നേക്ക് പ്ലാന്റ് വയ്ക്കുന്നത് പോസിറ്റീവ് എനർജി നിറയ്ക്കാനും സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യും. സ്നേക്ക് പ്ലാന്റുകൾക്ക് ചുറ്റുമുള്ള ശബ്ദം ആഗിരണം ചെയ്യാനും കുറയ്ക്കാനും കഴിയും. സന്തോഷവും സമൃദ്ധിയും ആകർഷിക്കാൻ വീട്ടിനകത്തും പുറത്തും ഇവ വളർത്താം. ഈ ചെടിയെ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് അവയുടെ പോസിറ്റീവ് ഗുണങ്ങൾക്ക് നല്ലത്. സ്നേക്ക് പ്ലാന്റ് വൈവിധ്യമാർന്ന ഇലകളും ആകർഷകമായ രൂപവും അവയെ വീടിൻ്റെ മൊത്തത്തിലുള്ള സൗന്ദര്യാകർഷണം വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക സമൃദ്ധിക്കായി സ്നേക്ക് പ്ലാന്റ് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ വയ്ക്കുമ്പോൾ സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കും. പോസിറ്റിവിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഈ ചെടി ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സ്നേഹവും ധാരണയും വളർത്തുകയും ചെയ്യും. സ്നേക്ക് പ്ലാന്റുകൾക്ക് സമ്മർദ്ദം കുറയ്ക്കാനും കഴിയും. അതിനാൽ കിടപ്പുമുറികൾ വയ്ക്കാവുന്നതാണ്. ഈ ചെടി സമ്പത്ത് ആകർഷിക്കാൻ നല്ലതാണ്. വാസ്തുപ്രകാരം സ്നേക്ക് പ്ലാന്റ് ഭാഗ്യമായി കണക്കാക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ശരിയായ ദിശകളിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വയ്ക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരും. വീടുകളിലും ഓഫീസുകളിലും കാണപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ദോഷകരമായ വൈദ്യുതകാന്തിക വികിരണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ വാസ്തുപ്രകാരം സ്നേക്ക് പ്ലാന്റിന് സഹായിക്കും. വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക് ദിശയിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കും.
നിങ്ങളുടെ വീടുകളിൽ ശരിയായ ദിശയിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വെക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജിയെ തടസ്സപ്പെടുത്തുകയും പോസിറ്റീവ് വൈബുകളെ നിറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.